അൽ ബഖാഉ ലില്ലാഹ്, അനശ്വരത്വം അത് അള്ളാഹുവിന് മാത്രം. നമ്മുടെ കാര്യം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാവരും അള്ളാഹുവിനുള്ളവരാണ്. നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ്. പ്രിയപ്പെട്ട ബിച്ച് മുഹമ്മദ് ദസൂഖി വാവാട് എന്ന സഹോദരൻ ആകസ്മികമായി വിയോഗമടഞ്ഞു. ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ അന്ത്യോപചാരങ്ങൾ നടന്നപ്പോൾ അവിടെ കൂടിയവരെല്ലാം പറഞ്ഞ വിവരണങ്ങൾ, ഓർമ്മകൾ, അനുസ്മരണങ്ങൾ വല്ലാതെ ചിന്തിപ്പിച്ചു. ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിന് മുൻപ് അവിടെയുള്ള പ്രമുഖർ പള്ളിയിൽ കൂടിയ വിശ്വാസികളോട് അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ചു. 1000 നാവുകൾ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ, പുലർത്തിയ, പരിപാലിച്ച 1000 നന്മകളുടെ, പരോപകാരത്തിന്റെ, സദഖയുടെ പുണ്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലായി. അവിടുന്ന് പറഞ്ഞു, വിശ്വാസികളിൽ കുറച്ചു പേർ നന്മ പറഞ്ഞാൽ വജബത്ത്, ആ വ്യക്തിക്ക് സ്വർഗം നിർബന്ധമായി. അടുത്ത വാക്ക്, എന്നാൽ വിശ്വാസികളിൽ ചിലർ തിന്മ പറഞ്ഞാൽ വജബത്ത്, അവർക്ക് നരകവും നിർബന്ധമായി. അതെ, ഒരാൾ വിയോഗമടഞ്ഞ് മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും സഹോദരങ്ങളും ബന്ധപ്പെട്ടവരുമെല്ലാം പറയുന്ന അഭിപ്രായങ്ങൾ, അനുസ്മരണങ്ങൾ, അത് വളരെ നല്ലതാകണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം. അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ച വലിയ വലിയ നന്മകൾ നിരവധി ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ അത് എടുത്തു പറയും. അങ്ങനെ കുറെ ആളുകൾ ഒരാളെക്കുറിച്ച് നന്മ പറയുവാൻ ഉണ്ടായാൽ വജബത്ത്, അവർക്ക് സ്വർഗം നിർബന്ധമായി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിലാണ് ഓർത്തുപോയത് ഇത്തരമൊരനുഭവം. ഒരവസ്ഥയെ നേരിടേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജനാസയായി പള്ളിയിൽ മിഹ്റാബിനടുത്ത് നിശ്ചലമാകുന്ന അവസ്ഥ. പരിചയമുള്ളവരും ഉറ്റബന്ധുക്കളും ഉടപ്പറപ്പുകളും കൂട്ടുകാരും ഒക്കെ വന്ന് നെഞ്ചത്ത് കൈവച്ച് വിരഹം, വേദന, അനുസ്മരണം പുതുക്കുമ്പോൾ നമ്മെക്കുറിച്ച് എന്ത് പറയാനുണ്ടാകും? ഓരോരുത്തരും ആലോചിക്കുക, എന്നെക്കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്? നന്മകൾ ചെയ്തവർ, വർദ്ധിപ്പിച്ചവർ, പരോപകാരം ചെയ്തവർ, പാവപ്പെട്ടവരെ സഹായിച്ചവർ, സേവന നിരതരായി ജീവിച്ചവർ, അവരെക്കുറിച്ചെല്ലാം ആളുകൾക്ക് പലതും നല്ലത് പറയാനുണ്ടാകും. എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അങ്ങനെ പറയാനുണ്ടാവുക എന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ് ഇത്തരം അടുത്തവരുടെ വേർപാടിന്റെ സമയങ്ങൾ. നാം ഓർക്കുക, നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ലോകം മുഴുവൻ ഉണ്ടാകുമ്പോൾ അള്ളാഹു അത് അംഗീകരിക്കും. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, വജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എന്റെ ശേഷം വരുന്നവരിൽ നല്ലത് പറയുന്ന നാവുകൾ പടച്ചവനെ എന്റെ കാര്യത്തിൽ നീ എമ്പാടും ഉണ്ടാക്കണം. ഇത് പക്ഷേ വെറും പ്രാർത്ഥന കൊണ്ടും ആഗ്രഹം കൊണ്ടും നടക്കുന്നതല്ല. നല്ലത് പറയാൻ ആവശ്യമായ നന്മകൾ നമുക്ക് മുൻപോട്ട് ചെയ്യാൻ കഴിയണം. ജീവനുള്ള കാലത്ത് ചെയ്യുന്ന നന്മകൾ ജീവൻ വെടിഞ്ഞാലും മറ്റുള്ളവർ എടുത്തു പറയും, അനുസ്മരിക്കപ്പെടും. അത്തരം നന്മകളിലൂടെ ഓർക്കപ്പെടുന്നവർ, ആ ഗണത്തിലേക്ക് ഉയരാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകുന്ന സഹോദരങ്ങൾ, ബന്ധുക്കൾ, ബന്ധപ്പെട്ടവർ, അള്ളാഹു തആല അവരോടെല്ലാം സ്നേഹത്തോടെ പുഞ്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആമീൻ, ആമീൻ.